ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് രണ്ടാള് സെപ്പറേറ്റ് റൂം കിടന്നേ. അതുകൊണ്ട് ഇഞ്ഞങ്ങ റൂം കിടന്നു. അവനൊരു റൂമൊക്കെ പിക്ക് ചെയ്തല്ലോ. കരീമേ, നിങ്ങൾ ഒരുമിച്ച് കൂടി കിടക്ക്, കറ്റിപ്പിടിച്ച് കിടക്ക്. ജീപ്പുട്ടി ഇവിടെ അടിയാന്ന് റൂമിന് വേണ്ടിട്ട്. റൂമിലല്ലോ, മറ്റേ റൂമില് ഞാൻ കിടന്നു. മറ്റേ റൂമില് നമുക്ക് കിടക്കാനാവില്ല. നമ്മളെവിടെയാ? കൊച്ചു പിള്ളേരെക്കാളും കഷ്ടാണല്ലോ ഇത്. അടി തുടങ്ങി. അതെ അതെ അതെ, അടി തുടങ്ങും. എടാ എടാ, എന്നാ അങ്ങോട്ട് ചോദിക്കട്ടെ, നിനക്ക് എന്നെക്കാളും മൂത്താലേ പ്രായം, നിന്റെ വയസ്സ്? അതെ അതെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. എനിക്കത് അറിയണം. നീ എന്നെക്കാളും മൂത്താലേ? തലറങ്ങിട്ട് വീണതാ ശരിക്കും. അല്ല, എനിക്കൊരു സംശയമുണ്ട്, ഇവനാണോ 12 വയസ്സുള്ളത്? ബുർജ് ഖലീഫിന്റെ താഴത്ത് ചാടും, എന്റെ പേര് എഴുതി വെക്കും. പിന്നെ every day afternoon 5 p.m. to 11 p.m. every hour and 10 minutes water, every hour 10 minutes water show dancing. അത് നടക്കൂല. നമ്പർ. അതെ അതെ അതെ, അത് കരീം കണ്ടത് തീർച്ചയായിട്ടും മനസ്സിലായി. ഏജ് ഇസ് ഓൺലി എ നമ്പർ. ഒരുത്തർ ചോദിക്കുന്നുണ്ട്, പ്ലീസ് ആസ്ക് ഹിം ഈ ഹാവ് നമ്പർ ഉസ്താദ് സിംസാർ ലക്ക്. അതെന്തുവാ? ആരെത്തുണ്ടാ സിംസാർ ലക്കിന്റെ നമ്പർ ഇല്ലാലോ ആരെത്തോ? നിങ്ങൾക്ക് നാളെ ഒപ്പിച്ചേരാട്ടോ. നിങ്ങൾ എന്റെ PM വന്നാല് നാളെ ആള് ഒപ്പിച്ചേരും. ഓക്കെ? ആരത്? എന്തുവാ അത്? ഉസ്താദ് സിംസുറൽ അതെന്തുവാ? സിംസാർ ലക്ക് എന്ന് പറഞ്ഞാല് മതപ്രഭാഷകൻ, അതായത് പിന്നെ ഇസ്ലാമിക പ്രാസംഗികൻ. ഓക്കെ. നിങ്ങള് ശരിക്കും ദുബായ് അടിച്ച് പൊളിക്കുവാണല്ലോന്ന്. കാരണം എന്താ വെച്ചാല് ഇത് ആൾക്കാരെ സ്നേഹം കൊണ്ട് കിട്ടുന്നത്, അല്ലാണ്ട് വെറുതെ ഒന്നല്ല. ആൾക്കാരെ അടുത്ത് നിന്നുള്ള ഒരു സ്നേഹം പിടിച്ചു പറ്റിയിട്ടാണ് നമുക്ക് ഇത് കിട്ടിയത്. നമ്മൾ സ്നേഹം കാണിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ സ്നേഹം തിരിച്ചു കിട്ടും. അതെ, നമ്മൾ എങ്ങനെയാണോ ആൾക്കാരോട് പെരുമാറുന്നത്, ആൾക്കാരോട് എങ്ങനെയാണോ ഇഷ്ടം പങ്കുവെക്കുന്നത്, അതിനനുസരിച്ച് ആൾക്കാരെ തിരിച്ചും ഇതാക്കും. ഒരാൾ നമ്മളെ വെറുപ്പ് സമ്പാദിക്കാണ്ട് നമ്മളെ രീതിയിൽ മുന്നോട്ട് പോയാല് ഒരാളും എന്തുകൊണ്ട് എടുക്കില്ല, നമ്മളെ വെറുക്കുകയില്ല, ഇതാക്കുകയില്ല. നമ്മൾ നല്ല കമന്റ്സും ബാഡ് കമന്റ്സ് എന്നല്ല ഒരാളും കമന്റ്സ് വായിക്കാണ്ട് പിന്നെ ബാഡ് കമന്റ്സിനെതിരെ പോവാണ്ടിരിക്കുക. അപ്പൊ എന്താണ് എടുക്കുക, നമ്മളോട് ആൾക്കാരോട് ഇഷ്ടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇനി ബാഡ് കമന്റ് പെർഫെക്റ്റ് എക്സാമ്പിൾ. വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട്. നമ്മൾ എന്താ ചെയ്യണത് അത് തിരിച്ച് നമുക്ക് കിട്ടും. ഇനിയിപ്പോ ഒരാൾ ഇതിൽ ബാഡ് കമന്റ് എഴുതി കഴിഞ്ഞാല് അവരെന്തുകൊണ്ട് എടുക്കുക, സ്നേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞേക്കുക. അയാളോട് പറയാ, നിങ്ങൾ നമ്മളെ PM വന്നിട്ട് ബാഡ് കമന്റ് എഴുതുക, പബ്ലിക്കിൽ വന്നിട്ട് ബാഡ് കമന്റ് എഴുതരുത്. നിങ്ങൾ ബാഡ് കമന്റ് എഴുതിയതിനാൽ ഞങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നു. നിങ്ങൾ പുതിയ ഐഡിയ എടുത്തത് നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ട് എടുക്കുക, അവരെ ബ്ലോക്ക് ചെയ്യാം. ബുർജ് ഖലീഫയിൽ എത്ര ഫ്ലോർ ഉണ്ട്? ബുർജ് ഖലീഫയിൽ 100 ചില്ലാനും ഫ്ലോർ ആയിട്ടുണ്ട്. ഞാളിപ്പോ 37ാമത്തെ ഫ്ലോറിലുള്ള. അപ്പൊ നിങ്ങൾ മേലിൽ പോകാൻ പറ്റുമോ? മേലിൽ പോകാൻ പറ്റുമോ? മേലെ പോകാൻ പറ്റൂല. ഈ ഒരു ഫ്ലോറിൽ, ഈ ഒരു റൂമിലെങ്കിൽ ഈ റൂമിലേക്ക് വരാൻ പറ്റും. അയ്യോ, അപ്പൊ നമ്മള് ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് പോകാൻ പറ്റില്ല, ലൈക്ക് ഒരു ടെറസിൽ പോകാൻ പറ്റൂല? അത് 65 ദിറംസിന്റെ ഒരു കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എടുക്കും, പിന്നെ ഒരു ഇതിന്റെ കൂടി റൂഫിന്റെ അടിയിൽ ഒരു ഹോട്ടൽ പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോകാൻ പറ്റും ഈ 65 ഉറുപ്പ്യ കൊടുത്താല്. പക്ഷെ ഇത് ശരിക്കും പറയുന്ന 1 ഡേ താമസിക്കണമെങ്കിൽ 3000 ദിറംസ് ആണ് 1 ഡേ താമസിക്കാൻ. 3000 എന്തുവാ? 3000 ദിറംസ് എന്നാണ് ഈ ആള് പറഞ്ഞത്. അതായത് ഒരു ദിവസം താമസിക്കണമെങ്കിൽ 3000 ദിറംസ്. അല്ല, 3000 അതിന്റെ ഇംഗ്ലീഷ് എന്തുവാ? 3000 dirhams for one night. Okay, so close to $1000. Okay. അതായത് നാട്ടിലെ ഏകദേശം 75,000 lakh rupees. നേരെ മറിച്ചിട്ട് ബുർജുൽ അറബില് $6,000. Wow. അതായത് 2 നില റൂമാണ്. അതായത് ഒരു റൂം അതായത് 2 തട്ടാണ്. നമ്മളെ നാട്ടില് 2 തട്ട് വീടുണ്ടല്ലോ, അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും, അതാണ് ഒരു റൂം. അപ്പൊ നിങ്ങൾ അവിടെ ഒരു രാത്രിക്ക് വേണ്ടിയുള്ളു അല്ലേ? അല്ല, ഇത് ഇവരെ അക്കോമഡേഷൻ ആണ്. ഇത് ഒരാൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവരെ റൂമിലേക്കാണ് നമ്മൾ വന്നത്. നമുക്ക് ഇവിടെ താമസിക്കുന്ന, അതായത് ഇവരെ സൗകര്യം തന്നത് ഇവരാണ് ഇവിടെ താമസിക്കുന്നത്. ഹലോ.
ഹലോ ഹായ് എന്തുണ്ട് സുഖല്ലേ? സുഖാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. Okay. When you coming Dubai? I'm looking to come for March, 1 week March. Okay. അപ്പോൾ എപ്പോൾ വന്നാലും ഈ ഒരു സൗകര്യം എനിക്ക് ഇവിടെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇയാള് ഈ ഒരു ഫ്ലാറ്റ് എന്ന് വെച്ചാൽ ഇയാളെ പേരിൽ രജിസ്റ്റേർഡ് ഉള്ള ഫ്ലാറ്റ് ആണ്. അതായത് ഷംസുക്കില്ല, ഷംസുഖന കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഇന്നലെ ഞങ്ങൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഷെയ്ഖ് ഷംസുഖ എന്നാണ് അറിയപ്പെടുക. അതായത് ഇവിടുത്തെ ഷെയ്ഖിന്റെ എല്ലാ കാര്യങ്ങളും ഷെയ്ഖിന്റെ കൂടെ നിൽക്കുന്ന ഷെയ്ഖിന്റെ ഏറ്റവും അടുത്ത ഒരാള്, ഓക്കെ ദുബായ് ഷെയ്ഖിന്റെ ഏറ്റവും അടുത്ത ആള്, അയാളെ റെസിഡൻസ് ആണ് ഇത്. ഓക്കെ അപ്പൊ അയാളെ കൂടെയുള്ള ആളാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. വെരി നൈസ്, മാഷാഅല്ലാ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോ എന്ത് പണിയെടുക്കും? പിന്നെ നിങ്ങള് അമേരിക്കയിൽ നിന്ന് വരുമ്പോ എപ്പോ ഓൾമോസ്റ്റ് ഇവര് വെൽക്കം ചെയ്യുന്നുണ്ട്. ഓക്കെ യെസ് കരീമ. ഞാൻ മാഷാഅല്ലാ പറഞ്ഞു. മാഷാഅല്ലാ മീൻസ് wow, amazing, fantastic, beautiful. സലാം. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. അപ്പോ പിന്നെ ഒത്തിരി സന്തോഷം. ഇവർക്ക് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഇനിയിപ്പോ ഞാൻ എന്തുകൊണ്ട് എടുക്കുന്നത്, ഡൗണ് താഴേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോ ഫുഡെല്ലാം കഴിച്ചിട്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണേ. ഓക്കെ, ഫുഡിന്റെ ഇതും കൂടി ഫുഡിന്റെ വീഡിയോസ് ഒക്കെ എടുക്കണേ. ഓക്കെ. താങ്ക് യു സോ മച്ച്.